വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കുറച്ച് മലയാളം സെൻറ്റൻസസ് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്നാണ് നോക്കുന്നത്. സോ നിങ്ങളിത് കേട്ട് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം ഇംഗ്ലീഷിൽ ഫ്ലുവൻ്റ് ആകും. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ആദ്യത്തെ സെൻറ്റൻസ് ഇതാണ്: നമ്മൾ അവിടെ എങ്ങനെ എത്തിച്ചേരും. നമ്മൾ എങ്ങനെ എന്ന് ചോദിക്കുന്നത് ഹൗ ഡു വി എന്നാണ്. എത്തിച്ചേരുക എന്ന് പറയുന്നത് ഗെറ്റ് ദെയർ എന്നാണ്. സോ ഹൗ ഡു വി ഗെറ്റ് ദെയർ എന്ന് ചോദിച്ചാൽ നമ്മൾ അവിടെ എങ്ങനെ എത്തിച്ചേരും എന്നാണ് മീനിങ്. ഹൗ ഡു വി ഗെറ്റ് ദെയർ, ഹൗ ഡു വി ഗെറ്റ് ദെയർ. ഇനി അടുത്ത സെൻറ്റൻസ്: നീ വാക്കു പാലിക്കുമെന്ന് എനിക്കെങ്ങനെ അറിയാം എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? എനിക്കെങ്ങനെ അറിയാം എന്നിങ്ങനെയാണ് പറയുന്നത്. ഹൗ ഡു ഐ നോ. ഹൗ എന്ന് പറഞ്ഞാൽ എങ്ങനെ, നോ എന്ന് പറഞ്ഞാൽ അറിയുക. സോ ഹൗ ഡു ഐ നോ എന്ന് പറഞ്ഞാൽ എനിക്കെങ്ങനെ അറിയാം എന്നാണ് മീനിങ്. നീ നിന്റെ വാക്ക് പാലിക്കും എന്നെങ്ങനെയാണ് പറയുന്നത്? പാലിക്കും എന്ന് പറയണമെങ്കിൽ അവിടെ വിൽ എന്ന ഓക്സിലറി വെർബാണ് യൂസ് ചെയ്യേണ്ടത്. സോ യു വിൽ കീപ് യുവർ വേർഡ് എന്ന് പറഞ്ഞാൽ നീ നിന്റെ വാക്ക് പാലിക്കും എന്നാണ്. കീപ് യുവർ വേർഡ് എന്ന് പറഞ്ഞാൽ നിന്റെ വാക്ക് പാലിക്കുക എന്നാണ് അർത്ഥം. സോ ഹൗ ഡു ഐ നോ യു വിൽ കീപ് യുവർ വേർഡ് എന്ന് ചോദിച്ചാൽ നീ നിന്റെ വാക്ക് പാലിക്കുമെന്ന് എനിക്കെങ്ങനെ അറിയാം എന്നാണ് മീനിങ്. ഹൗ ഡു ഐ നോ യു വിൽ കീപ് യുവർ വേർഡ്. ഇനി ഇതേപോലെ തന്നെ അവൻ എന്താണ് ചിന്തിക്കുന്നതെന്ന് എനിക്കെങ്ങനെ അറിയാം. അതെങ്ങനെ പറയും? ഇവിടെ എനിക്കെങ്ങനെ അറിയാം എന്നല്ലേ, അപ്പോൾ ഹൗ ഡു ഐ നോ. ഇനി അവൻ എന്താണ് ചിന്തിക്കുന്നത് എന്നെങ്ങനെ പറയും? വാട്ട് ഹി ഈസ് തിങ്കിങ്. ഇത് തുടർച്ചയായ ഒരു പ്രവൃത്തി ആയതുകൊണ്ടാണ് ഈസ് തിങ്കിങ് എന്ന് പറഞ്ഞത്. സോ ഹൗ ഡു ഐ നോ വാട്ട് ഹി ഈസ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ അവൻ എന്താണ് ചിന്തിക്കുന്നതെന്ന് എനിക്കെങ്ങനെ അറിയാം എന്നുള്ള മീനിങ് ആണ്. ഇനി അടുത്തത്: അത് കൃത്യം അതിൻ്റെ പകുതിയാണോ എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? കൃത്യം എന്ന് പറയുന്നത് എക്സാക്ട്ലി എന്നാണ്. അതിൻ്റെ പകുതി എന്നെങ്ങനെ പറയും? ഹാഫ് ഓഫ് ദാറ്റ്. സോ ഈസ് ഇറ്റ് എക്സാക്ട്ലി ഹാഫ് ഓഫ് ദാറ്റ് എന്ന് ചോദിച്ചാൽ അത് കൃത്യം അതിൻ്റെ പകുതിയാണോ എന്നാണ് മീനിങ്. ഈസ് ഇറ്റ് എക്സാക്ട്ലി ഹാഫ് ഓഫ് ദാറ്റ്. ഇനി നീ വളരെ ക്ഷിപ്രകോപിയാണ് എന്ന് പറയണം. ക്ഷിപ്രകോപി എന്ന് പറയുന്നത് ഷോർട്ട് ടെമ്പേർഡ് എന്നാണ്. ഷോർട്ട് ടെമ്പേർഡ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യം വരുന്ന ആൾക്കാർ. സോ യു ആർ വെരി ഷോർട്ട് ടെമ്പേർഡ് എന്ന് പറഞ്ഞാൽ നീ വളരെ ക്ഷിപ്രകോപിയാണ് എന്നാണ് മീനിങ്. ഇനി അടുത്തത്: നിന്നെ യാത്ര അയക്കാൻ ഞാൻ വരാം എന്ന് പറയണം. അതെങ്ങനെ പറയും? ഞാൻ വരാം എന്ന് പറയുന്നത് ഐ വിൽ കം എന്നാണ്. ഐ വിൽ കം എന്ന് പറഞ്ഞാൽ ഞാൻ വരാം അല്ലെങ്കിൽ വരും എന്നുള്ള മീനിങ് ആണ്. നിന്നെ യാത്ര അയക്കാൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ടു സീ യു ഓഫ്. സീ യു ഓഫ് എന്ന് പറഞ്ഞാൽ നിന്നെ യാത്ര അയക്കുക, അതായത് കൂടെ പോയി യാത്ര പറഞ്ഞ് കയറ്റി വിടുക എന്നുള്ള മീനിങ് ആണ്. സോ ഐ വിൽ കം ടു സീ യു ഓഫ് എന്ന് പറഞ്ഞാൽ നിന്നെ യാത്ര അയക്കാൻ ഞാൻ വരാം എന്നുള്ള മീനിങ് ആണ്. ഇനി അത് അങ്ങനെ ആയിരിക്കും എന്ന് പറയണം. അതെങ്ങനെ പറയും? ഇറ്റ് വിൽ ബി സോ. സോ എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്നാണ്. ആയിരിക്കും എന്ന് പറയാനാണ് വിൽ ബി യൂസ് ചെയ്തത്. സോ ഇറ്റ് വിൽ ബി സോ എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ആയിരിക്കും എന്നാണ് മീനിങ്. ഇനി അടുത്തത്: എനിക്ക് തോന്നുന്നു നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ടെന്ന്. അതെങ്ങനെ പറയും? എനിക്ക് തോന്നുന്നു എന്ന് പറയുന്നത് ഐ തിങ്ക് എന്നാണ്. നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട് എന്നെങ്ങനെയാണ് പറയുന്നത്? അവിടെ ഹാവ് പ്ലസ് V3 ഫോം യൂസ് ചെയ്യുക. സോ വി ഹാവ് മെറ്റ് ബിഫോർ എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട് എന്നുള്ള അർത്ഥമാണ്. ബിഫോർ എന്ന് പറഞ്ഞാൽ മുമ്പ് എന്നുള്ള അർത്ഥമാണ്. സോ ഐ തിങ്ക് വി ഹാവ് മെറ്റ് ബിഫോർ എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു എന്നുള്ള അർത്ഥമാണ്. ഐ തിങ്ക് വി ഹാവ് മെറ്റ് ബിഫോർ. ഇനി അടുത്തത്: നിനക്ക് കൂടെ വരണമെന്നുണ്ടെങ്കിൽ തയ്യാറാവുക എന്ന് പറയണം. തയ്യാറാവുക എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഗെറ്റ് റെഡി. നിനക്ക് കൂടെ വരണമെന്നുണ്ടെങ്കിൽ എന്നെങ്ങനെ പറയും? ഇഫ് യു വോണ്ട് ടു കം എലോങ്. കം എലോങ് എന്ന് പറഞ്ഞാൽ കൂടെ വരിക എന്നുള്ള അർത്ഥമാണ്. ഇഫ് യു വോണ്ട് ടു എന്ന് പറഞ്ഞാൽ നിനക്ക് വേണമെങ്കിൽ എന്നുള്ള അർത്ഥമാണ്. സോ നിനക്ക് എൻ്റെ കൂടെ വരണമെന്നുണ്ടെങ്കിൽ നീ തയ്യാറാവുക എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഗെറ്റ് റെഡി ഇഫ് യു വോണ്ട് ടു കം എലോങ്. ഇനി നമ്മൾ ആരോടെങ്കിലും പേരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെൻ്റെ സ്പെല്ലിംഗ് എന്താണ് എന്നുള്ള രീതിയിൽ ചോദിക്കണമെങ്കിൽ അതെങ്ങനെ ചോദിക്കും? ഹൗ ഡു യു സ്പെൽ യുവർ നെയിം. ഹൗ ഡു യു സ്പെൽ യുവർ നെയിം, അതായത് നമ്മുടെ പേരിൻ്റെ സ്പെല്ലിംഗ് പറയുക എന്നുള്ള അർത്ഥമാണ്. ഹൗ ഡു യു സ്പെൽ യുവർ നെയിം. ഇനി അടുത്തത്: നമുക്കവളെ ക്ഷണിച്ചാലോ, അതായത്
ഞങ്ങളവളെ ക്ഷണിക്കട്ടെ എന്നുള്ള രീതിയിൽ ചോദിക്കണമെങ്കിൽ അവിടെ ഷാൽ വി എന്ന് പറഞ്ഞാണ് തുടങ്ങേണ്ടത്. സോ ഷാൽ വി ഇൻവൈറ്റ് ഹെർ എന്ന് ചോദിച്ചാൽ നമുക്കവളെ ക്ഷണിച്ചാലോ എന്നുള്ള മീനിങ് ആണ്. ഇൻവൈറ്റ് എന്ന് പറഞ്ഞാൽ ക്ഷണിക്കുക എന്നുള്ള അർത്ഥമാണ്. സോ ഷാൽ വി ഇൻവൈറ്റ് ഹെർ എന്ന് ചോദിച്ചാൽ ഞങ്ങളവളെ ക്ഷണിക്കട്ടെ അല്ലെങ്കിൽ നമുക്കവളെ ക്ഷണിച്ചാലോ എന്നുള്ള മീനിങ് ആണ്. ഇനി നമുക്ക് രാവിലത്തെ ഭക്ഷണം കഴിഞ്ഞിട്ട് ഒന്ന് നടക്കാൻ പോയാലോ എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? ഷാൽ വി ഗോ ഫോർ എ വാക്ക് ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ്? ഷാൽ വി ഗോ ഫോർ എ വാക്ക് ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ്. ഷാൽ വി ഗോ എന്ന് പറഞ്ഞാൽ നമുക്ക് പോയാലോ എന്നാണ്. ഫോർ എ വാക്ക് എന്ന് പറഞ്ഞാൽ നടക്കാൻ എന്നുള്ള മീനിങ് ആണ്. ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ രാവിലത്തെ ഭക്ഷണം കഴിഞ്ഞിട്ട് എന്നുള്ള അർത്ഥമാണ്. സോ ഷാൽ വി ഗോ ഫോർ എ വാക്ക് ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ്. ഇനി നമുക്ക് നടക്കണോ അതോ ടാക്സി എടുക്കണോ എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? ഷാൽ വി വാക്ക് ഓർ ടേക്ക് എ ടാക്സി? ഷാൽ വി വാക്ക് ഓർ ടേക്ക് എ ടാക്സി? ടേക്ക് അല്ലെങ്കിൽ ഹയർ എന്നും പറയാം. ഹയർ ടാക്സി എന്ന് പറഞ്ഞാലും ടാക്സി പിടിക്കുക എന്നുള്ള അർത്ഥമാണ്. സോ ഷാൽ വി വാക്ക് ഓർ ഹയർ എ ടാക്സി എന്ന് ചോദിച്ചാൽ നമുക്ക് നടക്കണോ അതോ ടാക്സി പിടിക്കണോ എന്നുള്ള മീനിങ് ആണ്. ഷാൽ വി വാക്ക് ഓർ ഹയർ എ ടാക്സി. ഇനി നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ടിരിക്കുമ്പം നമ്മൾ വർത്തമാനം പറഞ്ഞിരിക്കുമ്പോൾ സമയം പോകുന്ന അറിയത്തില്ല. അപ്പം നമ്മൾ ചോദിക്കത്തില്ലേ, നിനക്ക് സമയം എത്രയായെന്ന് വല്ല ബോധമുണ്ടോ? അതായത് സമയം എത്രയായെന്ന് അറിയാമോ എന്നുള്ള രീതിയിൽ ചോദിക്കാറില്ലേ? അതെങ്ങനെയാണ് ചോദിക്കുന്നത്? ആർ യു അവെയർ ഓഫ് ദ ടൈം? ആർ യു അവെയർ ഓഫ് ദ ടൈം? അവെയർ എന്ന് പറഞ്ഞാൽ ബോധമുള്ള എന്നുള്ള അർത്ഥമാണ്. സോ സമയം എത്രയായെന്ന് ബോധമുണ്ടോ എന്ന് ചോദിക്കാനാണ് ആർ യു അവെയർ ഓഫ് ദ ടൈം. ഇനി അടുത്തത്, നീ എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുകയാണോ എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? ശ്രമിക്കുകയാണോ എന്ന് ചോദിക്കുന്നത് ആർ യു ട്രൈയിങ് എന്നാണ്. എന്നെ ഒഴിവാക്കാൻ എന്നെങ്ങനെയാണ് പറയുന്നത്? ടു അവോയ്ഡ് മീ. അവോയ്ഡ് എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുക എന്നുള്ള അർത്ഥമാണ്. സോ ടു അവോയ്ഡ് മീ എന്ന് പറഞ്ഞാൽ എന്നെ ഒഴിവാക്കാൻ എന്നുള്ള അർത്ഥമാണ്. സോ ആർ യു ട്രൈയിങ് ടു അവോയ്ഡ് മീ എന്ന് ചോദിച്ചാൽ നീ എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുകയാണോ എന്നാണ് മീനിങ്. ഇനി നീ ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്യുകയാണോ എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? ആർ യു ഡൂയിങ് ഇറ്റ് ഓൺ പർപ്പസ്? ആർ യു ഡൂയിങ് ഇറ്റ് ഓൺ പർപ്പസ്? ഓൺ പർപ്പസ് എന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൊണ്ട് എന്നുള്ള അർത്ഥമാണ്. സോ ആർ യു ഡൂയിങ് ഇറ്റ് ഓൺ പർപ്പസ് എന്ന് ചോദിച്ചാൽ നീ ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണോ എന്നുള്ള മീനിങ് ആണ്. ആർ യു ഡൂയിങ് ഇറ്റ് ഓൺ പർപ്പസ്. ഇനി നീ കല്യാണം കഴിച്ച് സെറ്റിലാകാൻ പോവുകയാണോ എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? ആർ യു ഗോയിങ് ടു ഗെറ്റ് മാരീഡ് ആൻഡ് സെറ്റിൽ ഡൗൺ? ആർ യു ഗോയിങ് ടു ഗെറ്റ് മാരീഡ് ആൻഡ് സെറ്റിൽ ഡൗൺ? സെറ്റിൽ ഡൗൺ എന്ന് പറഞ്ഞാൽ ഇപ്പം ജോലിയൊക്കെ ആയി കല്യാണമൊക്കെ കഴിച്ച് ഒരിടത്ത് സ്ഥിരമായിട്ട് താമസിക്കുക എന്നുള്ള അർത്ഥമാണ് സെറ്റിൽ ഡൗൺ. ഗെറ്റ് മാരീഡ് എന്ന് പറഞ്ഞാൽ വിവാഹം കഴിക്കുക. സോ വിവാഹം കഴിച്ച് സെറ്റിലാകാൻ പോവുകയാണോ എന്ന് ചോദിക്കാനാണ് ആർ യു ഗോയിങ് ടു ഗെറ്റ് മാരീഡ് ആൻഡ് സെറ്റിൽ ഡൗൺ. ഇനി നീ എന്തുകൊണ്ടാണ് നിൻ്റെ സഹോദരനെ കൂടെ കൊണ്ടുവരാത്തത്? അല്ലെങ്കിൽ നിനക്ക് എന്തുകൊണ്ട് നിൻ്റെ സഹോദരനെ കൂടെ കൊണ്ടുവന്ന് കൂടാ എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? എന്തുകൊണ്ട് എന്തെങ്കിലും കാര്യം ചെയ്തുകൂടാ എന്ന് ചോദിക്കേണ്ടപ്പം വൈ ഡോണ്ട് യു എന്ന് ചോദിക്കുക. സോ വൈ ഡോണ്ട് യു ബ്രിങ് യുവർ ബ്രദർ എലോങ് എന്ന് ചോദിച്ചാൽ നിനക്ക് എന്തുകൊണ്ട് നിൻ്റെ സഹോദരനെ കൂടെ കൊണ്ടുവന്ന് കൂടാ എന്നുള്ള അർത്ഥമാണ്. ബ്രിങ് എന്ന് പറഞ്ഞാൽ കൊണ്ടുവരിക, ബ്രദർ എന്ന് പറഞ്ഞാൽ സഹോദരൻ, എലോങ് എന്ന് പറഞ്ഞാൽ കൂടെ എന്നുള്ള അർത്ഥമാണ്. സോ വൈ ഡോണ്ട് യു ബ്രിങ് യുവർ ബ്രദർ എലോങ് എന്ന് ചോദിച്ചാൽ നിനക്ക് എന്തുകൊണ്ട് നിൻ്റെ സഹോദരനെ കൂടെ കൊണ്ടുവന്ന് കൂടാ എന്നുള്ള അർത്ഥമാണ്. ഇനി നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഇപ്പം ഉറക്കം തൂങ്ങിയിരിക്കുവാണെങ്കിൽ നിനക്ക് എന്തുകൊണ്ടൊന്ന് ചെറുതായിട്ട് പോയി മയങ്ങിക്കൂടാ എന്ന് നമ്മൾ ചോദിക്കാറുണ്ടല്ലേ? അതെങ്ങനെ ചോദിക്കും? വൈ ഡോണ്ട് യു ടേക്ക് എ നാപ്പ്? നാപ്പ് എന്ന് പറഞ്ഞാൽ ഉച്ചമയക്കം, അതായത് കുറച്ച് സമയത്തേക്ക് ഉച്ചയ്ക്ക് ഉറങ്ങുന്നതിന് നമ്മൾ നാപ്പ് എന്നാണ് പറയുന്നത്. സോ വൈ ഡോണ്ട് യു ടേക്ക് എ നാപ്പ് എന്ന് ചോദിച്ചാൽ നിനക്ക് എന്തുകൊണ്ട് ഒന്ന് ഉറങ്ങിക്കൂടാ എന്നുള്ള അർത്ഥമാണ്. വൈ ഡോണ്ട് യു ടേക്ക് എ നാപ്പ്. ഇനി എന്തുകൊണ്ട് നിനക്ക് ഒരാഴ്ച അവധി എടുത്തുകൂടാ? അതെങ്ങനെ ചോദിക്കും? വൈ ഡോണ്ട് യു take a week off? Why don't you take a week off? A week off എന്ന് പറഞ്ഞാൽ ഒരാഴ്ച അവധി എന്നുള്ള അർത്ഥമാണ്. സോ why don't you take a week off എന്ന് ചോദിച്ചാൽ നിനക്ക് എന്തുകൊണ്ട് ഒരാഴ്ച അവധി എടുത്തുകൂടാ എന്നാണ് മീനിങ്. ഇനി നമുക്ക് എന്തുകൊണ്ട് അത് പോയി ഒരുമിച്ച് കണ്ടുകൂടാ എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? Why don't we go and see it together? Why don't we go and see it
ടുഗെദർ. ഗോ ആൻഡ് സീ ഇറ്റ് എന്ന് പറഞ്ഞാൽ പോയി അത് കാണുക എന്നുള്ള അർത്ഥമാണ്. ടുഗെദർ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച്. സോ വൈ ഡോണ്ട് വി ഗോ ആൻഡ് സീ ഇറ്റ് ടുഗെദർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തുകൊണ്ട് അത് പോയി ഒരുമിച്ച് കണ്ടുകൂടാ എന്നുള്ള മീനിങ് ആണ്. ഇനി അടുത്തത് അവർക്ക് എന്തുകൊണ്ട് അത് സ്വയം ചെയ്തുകൂടാ എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? അവർക്ക് എന്തുകൊണ്ട് എന്നാണ് ചോദിക്കേണ്ടത്. സോ വൈ ഡോണ്ട് ദേ എന്ന് വരും. സോ വൈ ഡോണ്ട് ദേ ഡു ഇറ്റ് ദംസെൽവ്സ് എന്ന് ചോദിച്ചാൽ അവർക്ക് എന്തുകൊണ്ട് അത് സ്വയം ചെയ്തുകൂടാ എന്നാണ് മീനിങ്. ഡു ഇറ്റ് ദംസെൽവ്സ് എന്ന് പറഞ്ഞാൽ അവർ സ്വയം ചെയ്യുക എന്നുള്ള അർത്ഥമാണ്. സോ വൈ ഡോണ്ട് ദേ ഡു ഇറ്റ് ദംസെൽവ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തുകൊണ്ട് അത് സ്വയം ചെയ്തുകൂടാ എന്നാണ് മീനിങ്. ഇനി അടുത്തത്, നിങ്ങൾക്ക് നാളെ എന്നെ ഒന്ന് വന്ന് കാണാൻ കഴിയുമോ എന്ന് ചോദിക്കണം. അപ്പോൾ നമുക്കറിയാം, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിക്കണമെങ്കിൽ ക്യാൻ യു എന്ന് ചോദിക്കാം. ഇത് കുറച്ചും കൂടി പൊളൈറ്റായിട്ട് ചോദിക്കാൻ കുഡ് യു യൂസ് ചെയ്യാം. സോ കുഡ് യു കം ആൻഡ് സീ മീ ടുമോറോ എന്ന് ചോദിച്ചാൽ നിനക്ക് നാളെ എന്നെ ഒന്ന് വന്ന് കാണാൻ കഴിയുമോ എന്നാണ്. കം ആൻഡ് സീ എന്ന് പറഞ്ഞാൽ വന്ന് കാണുക എന്നാണ്. ടുമോറോ എന്ന് പറഞ്ഞാൽ നാളെ. സോ കുഡ് യു കം ആൻഡ് സീ മീ ടുമോറോ എന്ന് ചോദിച്ചാൽ നിനക്ക് നാളെ എന്നെ ഒന്ന് വന്ന് കാണാൻ കഴിയുമോ എന്നാണ് മീനിങ്. ഇനി അടുത്തത്, എപ്പോൾ ഇറങ്ങണമെന്ന് എന്നോടൊന്ന് ദയവായിട്ട് പറയാൻ കഴിയുമോ എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? കുഡ് യു പ്ലീസ് ടെൽ മീ വെൻ ടു ഗെറ്റ് ഓഫ്. വെൻ ടു ഗെറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ എപ്പോൾ ഇറങ്ങണമെന്ന് എന്നുള്ള അർത്ഥമാണ്. ഗെറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ ഇറങ്ങുക എന്നാണ് മീനിങ്. സോ കുഡ് യു ടെൽ മീ എന്ന് പറഞ്ഞാൽ നിനക്ക് ദയവായിട്ട് എന്നോടൊന്ന് പറയാൻ കഴിയുമോ വെൻ ടു ഗെറ്റ് ഓഫ്, എപ്പോഴാണ് ഇറങ്ങേണ്ടത് അല്ലെങ്കിൽ എപ്പോൾ ഇറങ്ങണമെന്ന് എന്നുള്ള അർത്ഥമാണ്. കുഡ് യു പ്ലീസ് ടെൽ മീ വെൻ ടു ഗെറ്റ് ഓഫ്. ഇനി അടുത്തത്, നിനക്ക് മേശപ്പുറത്ത് നിന്ന് ആ സാധനങ്ങളെല്ലാം നീക്കാൻ കഴിയുമോ എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? കുഡ് യു പ്ലീസ് മൂവ് ഓൾ ദാറ്റ് സ്റ്റഫ് ഓഫ് ദ ടേബിൾ. കുഡ് യു പ്ലീസ് മൂവ് ഓൾ ദാറ്റ് സ്റ്റഫ് ഓഫ് ദ ടേബിൾ. ഓഫ് ദ ടേബിൾ എന്ന് പറഞ്ഞാൽ ടേബിളിൽ നിന്ന് അല്ലെങ്കിൽ മേശപ്പുറത്ത് നിന്ന് എന്നുള്ള അർത്ഥമാണ്. ഓൾ ദാറ്റ് സ്റ്റഫ് എന്ന് പറഞ്ഞാൽ ആ സാധനങ്ങളെല്ലാം എന്നുള്ള അർത്ഥമാണ്. സോ കുഡ് യു പ്ലീസ് മൂവ് ഓൾ ദാറ്റ് സ്റ്റഫ് ഓഫ് ദി ടേബിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മേശപ്പുറത്ത് നിന്ന് ആ സാധനങ്ങളെല്ലാം ദയവായിട്ടൊന്ന് നീക്കാൻ കഴിയുമോ എന്നുള്ള മീനിങ് ആണ്. ഇനി അടുത്തത്, നിങ്ങൾക്ക് ദയവായിട്ട് അടുത്ത ആഴ്ചയോടുകൂടി പണമടയ്ക്കാൻ കഴിയുമോ എന്ന് ചോദിക്കണം. പണമടയ്ക്കുക എന്ന് പറയുന്നത് പേ എന്നാണ്. അടുത്ത ആഴ്ചയോട് കൂടി എന്ന് പറയാൻ ബൈ നെക്സ്റ്റ് വീക്ക് എന്ന് പറയാം. സോ കുഡ് യു പേ ഇറ്റ് ബൈ നെക്സ്റ്റ് വീക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് അടുത്ത ആഴ്ചയോട് കൂടി അടയ്ക്കാൻ കഴിയുമോ എന്നാണ് മീനിങ്. കുഡ് യു പേ ഇറ്റ് ബൈ നെക്സ്റ്റ് വീക്ക്. ഇനി അടുത്തത്, ശനിയാഴ്ചത്തെ പാർട്ടിയെക്കുറിച്ച് അവനെ ഒന്ന് ഓർമ്മിപ്പിക്കാമോ എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? അവനെ ഓർമ്മിപ്പിക്കാമോ എന്ന് ചോദിക്കുന്നത് കുഡ് യു റിമൈൻഡ് ഹിം എന്നാണ്. റിമൈൻഡ് എന്ന് പറഞ്ഞാൽ ഓർമ്മപ്പെടുത്തുക എന്നുള്ള അർത്ഥമാണ്. സോ അവനെ ഒന്ന് ഓർമ്മപ്പെടുത്താമോ എന്ന് ചോദിക്കാനാണ് കുഡ് യു റിമൈൻഡ് ഹിം എന്ന് പറഞ്ഞത്. ഇനി ശനിയാഴ്ചത്തെ പാർട്ടിയെക്കുറിച്ച് എന്നെങ്ങനെ പറയും? എബൌട്ട് ദ പാർട്ടി ഓൺ സാറ്റർഡേ. എബൌട്ട് ദ പാർട്ടി ഓൺ സാറ്റർഡേ, അതായത് ശനിയാഴ്ചത്തെ പാർട്ടിയെക്കുറിച്ച് എന്നുള്ള മീനിങ് ആണ്. ക്യാൻ യു റിമൈൻഡ് ഹിം എബൌട്ട് ദ പാർട്ടി ഓൺ സാറ്റർഡേ? അതായത് ശനിയാഴ്ചയുള്ള പാർട്ടിയെക്കുറിച്ച് അവനെ ഒന്ന് ഓർമ്മപ്പെടുത്തുമോ അല്ലെങ്കിൽ ഓർമ്മിപ്പിക്കാമോ എന്നുള്ള മീനിങ് ആണ്. ഇനി അടുത്തത്, നമ്മൾ ശരിയായ ദിശയിലാണോ പോകുന്നത് എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? ആർ വി ഗോയിങ് ഇൻ ദ റൈറ്റ് ഡിറക്ഷൻ. ആർ വി ഗോയിങ് ഇൻ ദ റൈറ്റ് ഡിറക്ഷൻ. റൈറ്റ് ഡിറക്ഷൻ എന്ന് പറഞ്ഞാൽ ശരിയായിട്ടുള്ള ദിശയിൽ എന്നുള്ള മീനിങ് ആണ്. സോ ആർ വി ഗോയിങ് ഇൻ ദ റൈറ്റ് ഡിറക്ഷൻ എന്ന് ചോദിച്ചാൽ നമ്മൾ ശരിയായിട്ടുള്ള ദിശയിലാണോ പോകുന്നത് എന്നുള്ള മീനിങ് ആണ്. ഇനി ഇവിടെ അടുത്ത് ഏതെങ്കിലും പോസ്റ്റ് ഓഫീസ് ഉണ്ടോ എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? ഉണ്ടോ എന്ന് ചോദിക്കാൻ ഈസ് ദെയർ എന്ന് ചോദിക്കാം. സോ ഈസ് ദെയർ എനി പോസ്റ്റ് ഓഫീസ് നിയർ ഹിയർ എന്ന് ചോദിച്ചാൽ ഇവിടെ അടുത്ത് ഏതെങ്കിലും പോസ്റ്റ് ഓഫീസ് ഉണ്ടോ എന്നാണ് അർത്ഥം. നിയർ ഹിയർ എന്ന് പറഞ്ഞാൽ ഇവിടെ അടുത്ത് എന്നുള്ള മീനിങ് ആണ്. ഈസ് ദർ എനി പോസ്റ്റ് ഓഫീസ് നിയർ ഹിയർ. ഇനി നിങ്ങൾ കുറച്ച് പേര് കൂടി ഒരു ഫംഗ്ഷന് പോവാണ്. അപ്പോൾ ആരെങ്കിലും പോകുന്നുണ്ട്, നിങ്ങളും കൂടെ വരുന്നു എന്ന് ചോദിക്കുമ്പം എനിക്ക് ആവശ്യത്തിനിടെ ഉണ്ടാകുമോ കാറിൽ എന്ന് നമ്മൾ ചോദിക്കത്തില്ലേ? അപ്പോൾ ആവശ്യത്തിനിടെ ഉണ്ടാകുമോ എന്ന് ചോദിക്കുന്നത് ഇനഫ് റൂം എന്നാണ്. ഇവിടെ റൂം എന്ന് പറഞ്ഞാൽ മുറി എന്നല്ല അർത്ഥം, ഇട എന്നുള്ള സ്പേസ് എന്നുള്ള അർത്ഥമാണ്. സോ ഈസ് ദെയർ ഇനഫ്
റൂം ഫോർ മീ എന്ന് ചോദിച്ചാൽ എനിക്കിവിടെ ആവശ്യത്തിന് സ്പേസ് ഉണ്ടാകുമോ എന്നുള്ള മീനിങ് ആണ്. ഈസ് ദെയർ ഇനഫ് റൂം ഫോർ മീ. ഇനി അടുത്തത്, ഇന്ന് രാത്രിയിലേക്ക് ടിക്കറ്റ് കിട്ടുന്നതിന് എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് ചോദിക്കണം. നമുക്ക് സാധ്യത എന്ന് പറയാം, ചാൻസ് എന്ന് ചോദിക്കാം. സോ ഈസ് ദെയർ എനി ചാൻസ് ഓഫ് ഗെറ്റിംഗ് ടിക്കറ്റ് ഫോർ ടുനൈറ്റ് എന്ന് ചോദിച്ചാൽ ഇന്ന് രാത്രിയിലത്തേക്ക് ടിക്കറ്റ് കിട്ടുന്നതിന് എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്നാണ്. ഇനി അവൻ വരുന്നതിന് എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? ഈസ് ദെയർ എനി ചാൻസ് ഓഫ് him coming. Is there any chance of him coming? Is there any chance എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്നാണ്. ഓഫ് ഹിം കമ്മിങ് എന്ന് പറഞ്ഞാൽ അവൻ വരുന്നതിന് എന്നുള്ള മീനിങ് ആണ്. സോ ഈസ് ദെയർ എനി ചാൻസ് ഓഫ് ഹിം കമ്മിങ് എന്ന് ചോദിച്ചാൽ അവൻ വരുന്നതിന് എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്നാണ് മീനിങ്. ഈസ് ദെയർ എനി ചാൻസ് ഓഫ് ഹിം കമ്മിങ്. ഇനി എൻ്റെ പണം തിരികെ ലഭിക്കുന്നതിന് എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിക്കണം. എന്തെങ്കിലും വഴി എന്ന് പറയുന്നത് എങ്ങനെയാണ്? വഴിക്ക് വേ എന്നാണ് പറയുന്നത്. സോ ഈസ് ദെയർ എനി വേ എന്ന് ചോദിച്ചാൽ എന്തെങ്കിലും വഴിയുണ്ടോ എന്നാണ്. സോ ഈസ് ദെയർ എനി വേ ഓഫ് ഗെറ്റിംഗ് മൈ മണി ബാക്ക് എന്ന് ചോദിച്ചാൽ എൻ്റെ പണം തിരിച്ചു കിട്ടുന്നതിന് എന്തെങ്കിലും വഴിയുണ്ടോ എന്നാണ്. ഗെറ്റിംഗ് മൈ മണി എന്ന് പറഞ്ഞാൽ എൻ്റെ പണം കിട്ടുന്നതിന് എന്നാണ്. ബാക്ക് എന്ന് പറഞ്ഞാൽ തിരികെ. സോ ഈസ് ദെയർ എനി വേ ഓഫ് ഗെറ്റിംഗ് മൈ മണി ബാക്ക് എന്ന് ചോദിച്ചാൽ എൻ്റെ പണം തിരികെ കിട്ടുന്നതിന് എന്തെങ്കിലും വഴിയുണ്ടോ എന്നാണ് മീനിങ്. ഇനി ആ ബോക്സിനകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കണം. എന്തെങ്കിലും ഉണ്ടോ എന്നെങ്ങനെയാണ് ചോദിക്കുന്നത്? ഈസ് ദെയർ എനിത്തിങ്. എനിത്തിങ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും എന്നാണ്. സോ ഈസ് ദെയർ എനിത്തിങ് എന്ന് ചോദിച്ചാൽ എന്തെങ്കിലും ഉണ്ടോ എന്നാണ് മീനിങ്. ആ ബോക്സിനകത്ത് എന്നെങ്ങനെ പറയും? ഇൻ ദാറ്റ് ബോക്സ്. സോ ഈസ് ദെയർ എനിത്തിങ് ഇൻ ദാറ്റ് ബോക്സ് എന്ന് ചോദിച്ചാൽ ആ ബോക്സിനകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്നാണ് അർത്ഥം. ഈസ് ദെയർ എനിത്തിങ് ഇൻ ദാറ്റ് ബോക്സ്. ഇനി അടുത്തത്, അത് ചെയ്യാനുള്ള ഏറ്റവും നല്ല വഴി ഏതാണ് എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? ഏറ്റവും നല്ല വഴി എന്ന് പറയാൻ ബെസ്റ്റ് വേ എന്ന് പറയാം. സോ വാട്ട് ഈസ് ദ ബെസ്റ്റ് വേ ടു ഡു ഇറ്റ് എന്ന് ചോദിച്ചാൽ അത് ചെയ്യാനുള്ള ഏറ്റവും നല്ല വഴി ഏതാണ് എന്നാണ് മീനിങ്. വാട്ട് ഈസ് ദ ബെസ്റ്റ് വേ ടു ഡു ഇറ്റ്. ടു ഡു ഇറ്റ് എന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ എന്നുള്ള മീനിങ് ആണ്. വാട്ട്സ് ദ ബെസ്റ്റ് വേ ടു ഡു ഇറ്റ്. ഇനി ഈ മീറ്റിങ്ങിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് ചോദിക്കണം. അത് എങ്ങനെ ചോദിക്കും? എന്താണ് എന്ന് ചോദിക്കുന്നത് വാട്ട് എന്നാണ്. സോ ഉദ്ദേശം എന്താണ് എന്നെങ്ങനെ ചോദിക്കും? വാട്ട് ഈസ് ദ പർപ്പസ്. ഈ മീറ്റിങ്ങിൻ്റെ എന്നെങ്ങനെ പറയും? ഓഫ് ദിസ് മീറ്റിംഗ്. സോ വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദിസ് മീറ്റിംഗ് എന്ന് ചോദിച്ചാൽ ഈ മീറ്റിങ്ങിൻ്റെ ഉദ്ദേശം എന്താണ് എന്നാണ് അർത്ഥം. വാട്ട്സ് ദ പർപ്പസ് ഓഫ് ദിസ് മീറ്റിംഗ്. ഇനി ഈ വാരാന്ത്യം ഞാൻ വെറുതെ റിലാക്സ് ചെയ്ത് സ്പെൻഡ് ചെയ്യാൻ പോവുകയാണ് എന്ന് പറയണം. അതെങ്ങനെ പറയും? എന്തെങ്കിലും കാര്യം ചെയ്യാൻ പോവുകയാണ് എന്ന് പറയണമെങ്കിൽ ഐ ആം ഗോയിങ് ടു എന്നുള്ള ഫ്രേസ് യൂസ് ചെയ്യുക. സോ ഐ ആം ഗോയിങ് ടു സ്പെൻഡ് ദിസ് വീക്കെൻഡ് ജസ്റ്റ് റിലാക്സിങ് എന്ന് പറഞ്ഞാൽ ഞാൻ വെറുതെ റിലാക്സ് ചെയ്ത് ഈ വാരാന്ത്യം ചെലവഴിക്കാൻ പോവുകയാണ് എന്നാണ് മീനിങ്. സ്പെൻഡ് എന്ന് പറഞ്ഞാൽ ചെലവഴിക്കുക എന്നാണ് അർത്ഥം. ദിസ് വീക്കെൻഡ് എന്ന് പറഞ്ഞാൽ ഈ വാരാന്ത്യം, അതായത് ശനി ഞായർ ദിവസങ്ങൾ എന്നുള്ള മീനിങ് ആണ്. ജസ്റ്റ് റിലാക്സിങ് എന്ന് പറഞ്ഞാൽ വെറുതെ റിലാക്സ് ചെയ്ത് സ്പെൻഡ് ചെയ്യാൻ എന്നുള്ള അർത്ഥമാണ്. ഐ ആം ഗോയിങ് ടു സ്പെൻഡ് ദിസ് വീക്കെൻഡ് ജസ്റ്റ് റിലാക്സിങ്. ഇനി അടുത്തത്, ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയണം. എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയണമെങ്കിൽ ഐ വുഡ് ലൈക്ക് എന്ന് പറയാം. സോ ഐ വുഡ് ലൈക്ക് ടു ആസ്ക് യു സംതിങ് എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. ഐ വുഡ് ലൈക്ക് ടു ആസ്ക് യു സംതിങ്. ഇനി ഞാൻ ഷോപ്പിങ്ങിന് പോകാൻ ആഗ്രഹിക്കുന്നു എന്നാണ് പറയേണ്ടതെങ്കിലോ ഐ വുഡ് ലൈക്ക് ടു ഗോ ഷോപ്പിംഗ്. ഗോ ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഷോപ്പിങ്ങിന് പോവുക എന്നാണ്. സോ ഐ വുഡ് ലൈക്ക് ടു ഗോ ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ ഷോപ്പിങ്ങിന് പോകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള അർത്ഥമാണ്. ഇനി കാലാവസ്ഥ നല്ലതായതുകൊണ്ട് ഇന്ന് രാത്രി പുറത്ത് പോയി കഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയണം. അതെങ്ങനെ പറയും? ഐ വുഡ് ലൈക്ക് ടു ഈറ്റ് ഔട്ട്സൈഡ് ടുനൈറ്റ് ആസ് ദ വെദർ ഈസ് നൈസ്. ഐ വുഡ് ലൈക്ക് ടു ഈറ്റ് ഔട്ട്സൈഡ് എന്ന് പറഞ്ഞാൽ പുറത്ത് പോയി കഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. ടുനൈറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി.
as the weather is nice എന്ന് പറഞ്ഞാൽ കാലാവസ്ഥ നല്ലതായതുകൊണ്ട് എന്നുള്ള അർത്ഥമാണ്. I would like to eat outside tonight as the weather is nice. ഇനി ഞാൻ ഉടനെ നിന്നെക്കുറിച്ച് ചിന്തിച്ചു എന്ന് പറയണം. അതെങ്ങനെ പറയും? ഞാൻ ചിന്തിച്ചു എന്ന് പറയുന്നത് ഐ തോട്ട് എന്നാണ്. തിങ്കിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് തോട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു അല്ലെങ്കിൽ ഞാൻ ചിന്തിച്ചു എന്നാണ്. സോ ഞാൻ നിന്നെക്കുറിച്ച് ചിന്തിച്ചു എന്നെങ്ങനെ പറയും? ഐ തോട്ട് ഓഫ് യു. ഐ തോട്ട് ഓഫ് യു എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെക്കുറിച്ച് ചിന്തിച്ചു എന്നാണ്. ഉടനെ എന്ന് പറയണമെങ്കിൽ ഇമ്മീഡിയറ്റ്ലി എന്ന് പറയാം. സോ ഐ തോട്ട് ഓഫ് യു ഇമ്മീഡിയറ്റ്ലി എന്ന് പറഞ്ഞാൽ ഉടനെ ഞാൻ നിന്നെക്കുറിച്ച് ചിന്തിച്ചു എന്നാണ് മീനിങ്. ഇനി നിൻ്റെ അഭിപ്രായം ചോദിക്കണമെന്ന് ഞാൻ ചിന്തിച്ചു. അതെങ്ങനെ പറയും? ഐ തോട്ട് ഐ ഷുഡ് ആസ്ക് യുവർ ഒപ്പീനിയൻ. ഐ ഷുഡ് ആസ്ക് യുവർ ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നിൻ്റെ അഭിപ്രായം ചോദിക്കണമെന്ന് എന്നുള്ള മീനിങ് ആണ്. ഞാൻ വിചാരിച്ചു എന്ന് പറയാൻ ഐ തോട്ട്. സോ ഐ തോട്ട് ഐ ഷുഡ് ആസ്ക് യുവർ ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ ഞാൻ നിൻ്റെ അഭിപ്രായം ചോദിക്കണമെന്ന് ഞാൻ വിചാരിച്ചു എന്നാണ് മീനിങ്. ഇനി എന്തെങ്കിലും സാധ്യതയെക്കുറിച്ച് പറയും, അതായത് സാധ്യത വളരെ കുറവാണ് എന്ന് പറയണമെങ്കിൽ അവിടെ മൈറ്റ് യൂസ് ചെയ്യാം. സോ ഞാൻ കുറച്ച് നിമിഷം വൈകിയേക്കാം എന്ന് പറയണം. അതെങ്ങനെ പറയും? ഐ മൈറ്റ് ബി എ ഫ്യൂ മിനിറ്റ്സ് ലേറ്റ്. ഐ മൈറ്റ് ബി എ ഫ്യൂ മിനിറ്റ്സ് ലേറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് നിമിഷങ്ങൾ വൈകിയേക്കാം എന്നാണ് മീനിങ്. എന്ന് പറഞ്ഞാൽ അതിന് സാധ്യത വളരെ കുറവാണ് എന്നുള്ള അർത്ഥമാണ്. ഐ മൈറ്റ് ബി എ ഫ്യൂ മിനിറ്റ്സ് ലേറ്റ്. ഇനി ഞാൻ പറയുന്നത് തെറ്റായിരിക്കാം, പക്ഷേ എനിക്ക് വലിയ ഉറപ്പില്ല എന്ന് പറയണം. ഞാൻ പറയുന്നത് തെറ്റായിരിക്കാം എന്ന് പറയാൻ ഐ മൈറ്റ് ബി റോങ് എന്ന് പറയാം. ഐ മൈറ്റ് ബി റോങ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് തെറ്റായിരിക്കാം എന്നുള്ള മീനിങ് ആണ്. ഇനി എനിക്ക് ഉറപ്പില്ല എന്ന് പറയണം. അതെങ്ങനെ പറയും? ബട്ട് ഐ എം നോട്ട് ഷുവർ. അതായത് പക്ഷേ എനിക്ക് ഉറപ്പില്ല എന്നാണ് മീനിങ്. അതായത് ഞാൻ പറയുന്നത് തെറ്റായിരിക്കാം, പക്ഷേ എനിക്ക് ഉറപ്പില്ല എന്നാണ് മീനിങ്. ഐ മൈറ്റ് ബി റോങ് ബട്ട് ഐ എം നോട്ട് ഷുവർ. ഇനി നമ്മളിപ്പം ആരുടെയെങ്കിലും വീട്ടിൽ പോകുമ്പം അവർ ഒരുപാട് ഭക്ഷണ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയത്തില്ല ഇത്രയും വിഭവങ്ങൾ ഉണ്ടാക്കണമായിരുന്നില്ല, അല്ലെങ്കിൽ ഇത്രയും വിഭവങ്ങൾ ഉണ്ടാക്കണ്ടായിരുന്നു. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണ്ടായിരുന്നു അല്ലെങ്കിൽ ചെയ്യണമായിരുന്നില്ല എന്നൊക്കെ പറയേണ്ടപ്പം അവിടെ ഷുഡിൻറ്റ് ഹാവ് ആണ് യൂസ് ചെയ്യേണ്ടത്. സോ അതിൻ്റെ കൂടെ വരുന്ന വേർബ് എപ്പോഴും V3 ഫോമിലായിരിക്കണം. സോ ഇവിടെ തയ്യാറാക്കുക എന്ന് പറയാൻ പ്രിപ്പയർ എന്ന് പറയാം. സോ അതിൻ്റെ V3 ഫോം പ്രിപ്പയർഡ് ആണ്. സോ യു ഷുഡിൻറ്റ് ഹാവ് പ്രിപ്പയർഡ് സോ മെനി ഡിഷസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത്രയും അധികം വിഭവങ്ങൾ തയ്യാറാക്കണമായിരുന്നില്ല എന്നുള്ള മീനിങ് ആണ്. യു ഷുഡിൻറ്റ് ഹാവ് പ്രിപ്പയർഡ് സോ മെനി ഡിഷസ്. സോ ഇതിൻ്റെ മറുപടിയായിട്ട് അവർ പറയുന്നത് ഇതത്ര അധികം ഒന്നുമില്ല എന്ന് പറയും. അതെങ്ങനെ പറയും? ഇറ്റ്സ് നത്തിങ് മച്ച്. ഇറ്റ്സ് നത്തിങ് മച്ച് എന്ന് പറഞ്ഞാൽ അത്ര അധികം ഒന്നുമില്ല എന്നുള്ള അർത്ഥമാണ്. ഇറ്റ്സ് നത്തിങ് മച്ച്. ഇനി വേണ്ടത് സ്വന്തമായിട്ട് എടുത്ത് കഴിച്ചോളൂ എന്ന് പറയണമെങ്കിൽ അവിടെ യൂസ് ചെയ്യാവുന്ന ഒരു ഫ്രേസാണ് പ്ലീസ് ഹെൽപ്പ് യുവർ സെൽഫ്. പ്ലീസ് ഹെൽപ്പ് യുവർ സെൽഫ് എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് എടുത്ത് കഴിച്ചോളൂ എന്നുള്ള മീനിങ്. പ്ലീസ് ഹെൽപ്പ് യുവർ സെൽഫ്. ഇനി അവൾ എന്തിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നതായിട്ട് തോന്നുന്നു എന്ന് പറയണം. അതെങ്ങനെ പറയും? തോന്നുന്നു എന്ന് പറയാൻ സീംസ് എന്ന് പറയാം. സോ ഷീ സീംസ് ടു ബി വറീഡ് ഓവർ സംതിങ് എന്ന് പറഞ്ഞാൽ അവൾ എന്തിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നതായിട്ട് തോന്നുന്നു എന്നുള്ള അർത്ഥമാണ്. ഷീ സീംസ് ടു ബി വറീഡ് ഓവർ സംതിങ്. ഷീ സീംസ് ടു ബി വറീഡ് എന്ന് പറഞ്ഞാൽ അവളെ കണ്ടിട്ട് അല്ലെങ്കിൽ അവളെ വിഷമിക്കുന്നതായിട്ട് തോന്നുന്നു എന്നുള്ള അർത്ഥമാണ്. ഇനി അടുത്തത് നിനക്ക് എന്തുകൊണ്ട് എന്നെ അവിടെ പോകാൻ അനുവദിച്ചു കൂടാ എന്ന് പറയണം. അതെങ്ങനെ പറയും? വൈ ഡോണ്ട് യു ലെറ്റ് മീ ഗോ ദെയർ. വൈ ഡോണ്ട് യു ലെറ്റ് മീ ഗോ ദെയർ. ലെറ്റ് മീ എന്ന് പറഞ്ഞാൽ എന്നെ അനുവദിക്കുക എന്നാണ്. ഗോ ദെയർ എന്ന് പറഞ്ഞാൽ അവിടെ പോവുക എന്നാണ്. സോ എന്തുകൊണ്ട് എന്നെ അവിടെ പോകാൻ നിനക്ക് അനുവദിച്ചു കൂടാ എന്ന് ചോദിക്കാനാണ് വൈ ഡോണ്ട് യു ലെറ്റ് മീ ഗോ ദെയർ. ഇനി അടുത്തത് ഞാൻ ഇപ്പോൾ ജോലിയിൽ നിന്ന് ഫ്രീ ആയതേ ഉള്ളൂ എന്ന് പറയണം. അതെങ്ങനെ പറയും? ഐ ജസ്റ്റ് ഗോട്ട് ഫ്രീ ഫ്രം വർക്ക്. ഗോട്ട് ഫ്രീ ഫ്രം വർക്ക് എന്ന് പറഞ്ഞാൽ ജോലിയിൽ നിന്ന് ഫ്രീ ആവുക എന്നുള്ള അർത്ഥമാണ്. സോ ഐ ജസ്റ്റ് ഗോട്ട് ഫ്രീ ഫ്രം വർക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പം ജോലിയിൽ നിന്ന് ഫ്രീ ആയതേ ഉള്ളൂ എന്നുള്ള അർത്ഥമാണ്. ഐ ജസ്റ്റ് ഗോട്ട് ഫ്രീ ഫ്രം വർക്ക്. ഇനി അടുത്തത് അവൾ നിന്നേക്കാൾ വിദ്യാഭ്യാസമുള്ളതാണ് എന്ന് പറയണം.
നിന്നേക്കാൾ വിദ്യാഭ്യാസമുള്ളതാണ് എന്ന് പറയാൻ മോർ എഡ്യൂക്കേറ്റഡ് ദാൻ യു എന്ന് പറയാം. സോ ഷീ ഈസ് മോർ എഡ്യൂക്കേറ്റഡ് ദാൻ യു എന്ന് പറഞ്ഞാൽ അവൾ നിന്നേക്കാൾ വിദ്യാഭ്യാസമുള്ളവളാണ് എന്നാണ് അർത്ഥം. ഷീ ഈസ് മോർ എഡ്യൂക്കേറ്റഡ് ദാൻ യു. ഇനി നീ എന്താണോ അർഹിക്കുന്നത് അത് മാത്രമേ നിനക്ക് കിട്ടുകയുള്ളൂ എന്ന് പറയണം. അതെങ്ങനെ പറയും? യു വിൽ ഗെറ്റ് only what you deserve. only what you deserve എന്ന് പറഞ്ഞാൽ നീ എന്താണോ അർഹിക്കുന്നത് അത് മാത്രമേ എന്നുള്ള അർത്ഥമാണ്. യു വിൽ ഗെറ്റ് എന്ന് പറഞ്ഞാൽ നിനക്ക് കിട്ടുമെന്നാണ്. സോ നീ എന്താണോ അർഹിക്കുന്നത് അത് നിനക്ക് കിട്ടും, അത് മാത്രമേ നിനക്ക് കിട്ടൂ എന്ന് പറയാനാണ് യു വിൽ ഗെറ്റ് only what you deserve. ഇനി അടുത്തത്, ഇതെല്ലാം നിനക്ക് എങ്ങനെ അറിയാം എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? നിനക്കെങ്ങനെ അറിയാമെന്ന് ചോദിക്കുന്നത് ഹൗ ഡു യു നോ എന്നാണ്. ഇതെല്ലാം എന്നിങ്ങനെ പറയും ഓൾ ദിസ്. സോ ഹൗ ഡു യു നോ ഓൾ ദിസ് എന്ന് ചോദിച്ചാൽ ഇതെല്ലാം നിനക്ക് എങ്ങനെ അറിയാം എന്നാണ് മീനിങ്. ഹൗ ഡു യു നോ ഓൾ ദിസ്. ഇനി അടുത്തത്, എനിക്കത് ഒട്ടും ഇഷ്ടമല്ല എന്ന് പറയും. എനിക്കത് ഇഷ്ടമല്ല എന്നെങ്ങനെയാണ് പറയുന്നത്? ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. ലൈക്ക് എന്ന് പറഞ്ഞാൽ ഇഷ്ടം. സോ എനിക്കത് ഇഷ്ടമല്ല എന്ന് പറയാനാണ് ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. സോ എനിക്കത് ഒട്ടും ഇഷ്ടമല്ല എന്ന് പറയണമെങ്കിൽ അറ്റ് ഓൾ കൂടി ചേർക്കുക. സോ ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ് അറ്റ് ഓൾ എന്ന് പറഞ്ഞാൽ എനിക്കത് ഒട്ടും ഇഷ്ടമല്ല എന്നാണ് മീനിങ്. ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ് അറ്റ് ഓൾ. ഇനി ഞാൻ പണ്ട് നടക്കാൻ പോകുമായിരുന്നു എന്ന് പറയണം. സോ നമ്മൾ പണ്ട് ചെയ്തിരുന്ന ഒരു കാര്യം ഇപ്പം ചെയ്യാറില്ലെങ്കിൽ അത് പറയാൻ യൂസ് ടു എന്നുള്ള വാക്ക് യൂസ് ചെയ്യാം. സോ ഐ യൂസ് ടു ഗോ ഫോർ എ വാക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ പണ്ട് നടക്കാൻ പോകുമായിരുന്നു, ഇപ്പോൾ പോകാറില്ല എന്നാണ് മീനിങ്. ഇനി അടുത്തത്, നീ എന്താണോ എന്നോട് പറയാൻ ശ്രമിക്കുന്നത് അതെനിക്ക് മനസ്സിലാകുന്നു എന്ന് പറയണം. എനിക്ക് മനസ്സിലാകുന്നു എന്നെങ്ങനെയാണ് പറയുന്നത്? ഐ അണ്ടർസ്റ്റാൻഡ്. അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവുക എന്നാണ് അർത്ഥം. സോ ഐ അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകുന്നു എന്നാണ് അർത്ഥം. നീ എന്നോട് പറയാൻ ശ്രമിക്കുന്നത് എന്നെങ്ങനെ പറയും? വാട്ട് യു ആർ ട്രൈയിങ് ടു ടെൽ മീ. വാട്ട് യു ആർ ട്രൈയിങ് ടു ടെൽ മീ എന്ന് പറഞ്ഞാൽ നീ എന്നോട് പറയാൻ ശ്രമിക്കുന്നത് എന്നുള്ള അർത്ഥമാണ്. സോ ഐ അണ്ടർസ്റ്റാൻഡ് വാട്ട് യു ആർ ട്രൈയിങ് ടു ടെൽ മീ എന്ന് പറഞ്ഞാൽ നീ എന്താണോ എന്നോട് പറയാൻ ശ്രമിക്കുന്നത് അതെനിക്ക് മനസ്സിലാകുന്നു എന്നാണ് അർത്ഥം. ഐ അണ്ടർസ്റ്റാൻഡ് വാട്ട് യു ആർ ട്രൈയിങ് ടു ടെൽ മീ. ഇനി എൻ്റെ ഒരു സുഹൃത്തിനെ നീ മീറ്റ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയണം. അതെങ്ങനെ പറയും? നമ്മൾ നേരത്തെ കണ്ടു, ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയണമെങ്കിൽ ഐ വുഡ് ലൈക്ക് എന്നാണ് പറയേണ്ടത്. സോ നീ എൻ്റെ ഒരു സുഹൃത്തിനെ കണ്ടുമുട്ടണമെന്നല്ലേ പറഞ്ഞത്, അപ്പോൾ അതെങ്ങനെ പറയും? ഐ വുഡ് ലൈക്ക് യു ടു മീറ്റ് എ ഫ്രണ്ട് ഓഫ് മൈൻ. ഐ വുഡ് ലൈക്ക് യു ടു മീറ്റ് എ ഫ്രണ്ട് ഓഫ് മൈൻ. മീറ്റ് എന്ന് പറഞ്ഞാൽ കണ്ടുമുട്ടുക അല്ലെങ്കിൽ കാണുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. എ ഫ്രണ്ട് ഓഫ് മൈൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സുഹൃത്തിനെ. സോ യു ടു മീറ്റ് എ ഫ്രണ്ട് ഓഫ് മൈൻ എന്ന് പറഞ്ഞാൽ നീ എൻ്റെ ഒരു സുഹൃത്തിനെ കാണണമെന്ന് എന്നുള്ള അർത്ഥമാണ്. സോ ഐ വുഡ് ലൈക്ക് യു ടു മീറ്റ് എ ഫ്രണ്ട് ഓഫ് മൈൻ. ഇനി അടുത്തത്, അവനെ ബന്ധപ്പെടാൻ, അതായത് അവനുമായി കോണ്ടാക്റ്റ് ചെയ്യാൻ എന്തെങ്കിലും വഴികളുണ്ടോ എന്ന് ചോദിക്കണം. വഴി എന്ന് പറയാൻ നമ്മൾ ഓൾറെഡി വേ എന്ന് കണ്ടു. അതേപോലെ തന്നെ മീൻസ് എന്നും പറയാം. അതിന് മാർഗം എന്നുള്ള അർത്ഥമാണ്. സോ ഈസ് ദർ എനി മീൻസ് ഓഫ് കോണ്ടാക്റ്റിംഗ് ഹിം എന്ന് ചോദിച്ചാൽ അവനെ ബന്ധപ്പെടാൻ എന്തെങ്കിലും വഴികളുണ്ടോ അല്ലെങ്കിൽ മാർഗങ്ങളുണ്ടോ എന്നുള്ള അർത്ഥമാണ്. ഈസ് ദർ എനി മീൻസ് ഓഫ് കോണ്ടാക്റ്റിംഗ് ഹിം. ഇനി നിൻ്റെ അമ്മ നിന്നെ വഴക്കു പറഞ്ഞോ എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? വഴക്ക് പറയുക എന്ന് പറയുന്നതിന് സ്കോൾഡ് എന്നുള്ള വാക്ക് യൂസ് ചെയ്യാം. സോ ഡിഡ് യുവർ മദർ സ്കോൾഡ് യു എന്ന് ചോദിച്ചാൽ നിൻ്റെ അമ്മ നിന്നെ വഴക്ക് പറഞ്ഞോ എന്നാണ് അർത്ഥം. ഡിഡ് യുവർ മദർ സ്കോൾഡ് യു. ഇനി നമ്മൾ പുറത്തെവിടെയെങ്കിലും പോയി, അപ്പം നമുക്കൊരു ഫോട്ടോ എടുക്കണം. അപ്പോൾ ആരോടെങ്കിലും നമുക്ക് ചോദിക്കണം, എൻ്റെ ഒരു ഫോട്ടോ എടുത്ത് തരാമോ എന്ന്. അതെങ്ങനെയാണ് ചോദിക്കുന്നത്? കുഡ് യു ടേക്ക് എ പിക്ചർ ഓഫ് മീ പ്ലീസ്. കുഡ് യു ടേക്ക് എ പിക്ചർ ഓഫ് മീ പ്ലീസ്, അതായത് എൻ്റെ ഒരു ഫോട്ടോ എടുക്കാമോ, അതായത് എടുത്തു തരാമോ എന്നുള്ളൊരു മീനിങ് ആണ്. കുഡ് യു പ്ലീസ് ടേക്ക് എ പിക്ചർ ഓഫ് മീ. അല്ലെങ്കിൽ ഇത് തന്നെ നമുക്ക് ഇങ്ങനെയും ചോദിക്കാം, വുഡ് യു മൈൻഡ് ടേക്കിംഗ് എ പിക്ചർ ഓഫ് മീ പ്ലീസ്. വുഡ് യു മൈൻഡ് ടേക്കിംഗ് എ പിക്ചർ ഓഫ് മീ പ്ലീസ്. അതിൻ്റെയും അർത്ഥം ഇത് തന്നെയാണ്. എൻ്റെ ഒരു ഫോട്ടോ എടുക്കുന്നതിൽ നിങ്ങൾക്ക് വിരോധമുണ്ടോ എന്നുള്ള അർത്ഥമാണ്. കുഡ് യു പ്ലീസ് ടേക്ക് എ പിക്ചർ ഓഫ് മീ, അല്ലെങ്കിൽ വുഡ് യു മൈൻഡ് ടേക്കിംഗ് എ പിക്ചർ ഓഫ് മീ പ്ലീസ്. ഇനി ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടിരിക്കുവാന്ന് വെച്ചു. ഇപ്പോൾ ഒരു ടെസ്റ്റ് കുറേ പ്രാവശ്യം എഴുതി പാസ്സാകുന്നില്ല. അപ്പം നമ്മൾ പറയത്തില്ലേ, ഇത് ലോകാവസാനം ഒന്നുമല്ല, നിനക്ക് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് പറയുന്നത്?
ഇത് ലോകാവസാനം ഒന്നുമല്ല എന്ന് പറയണമെങ്കിൽ ഇറ്റ്സ് നോട്ട് ദ എൻഡ് ഓഫ് ദ വേൾഡ് എന്ന് പറയാം. ഇറ്റ്സ് നോട്ട് ദ എൻഡ് ഓഫ് ദ വേൾഡ് എന്ന് പറഞ്ഞാൽ അതായത് ഇതുകൊണ്ടൊന്നും തീരുന്നില്ല, ഇത് ലോകാവസാനം ഒന്നുമല്ല എന്നുള്ള അർത്ഥമാണ്. കമോൺ യു ക്യാൻ ഡു ഇറ്റ് എന്ന് പറഞ്ഞാൽ നിനക്ക് ചെയ്യാൻ കഴിയും എന്നുള്ള അർത്ഥമാണ്. ഇറ്റ്സ് നോട്ട് ദ എൻഡ് ഓഫ് ദ വേൾഡ്, കമോൺ യു ക്യാൻ ഡു ഇറ്റ്. പിന്നെ നമ്മളിപ്പം കുട്ടികളെയൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുവാണെങ്കിൽ നമ്മൾ പറയത്തില്ല ഇതൊന്ന് നീ വായിക്കാൻ ശ്രമിക്കുക, ഞാൻ ഇപ്പം മടങ്ങിയെത്താം. അതെങ്ങനെ പറയും? നീ ഇത് വായിക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് യു ട്രൈ ടു റീഡ് ദിസ് എന്നാണ്. യു ട്രൈ ടു റീഡ് ദിസ് എന്ന് പറഞ്ഞാൽ നീ ഇത് വായിക്കാൻ ശ്രമിക്കുക എന്നാണ് മീനിങ്. ഞാൻ ഇപ്പം മടങ്ങിയെത്തും എന്നെങ്ങനെ പറയും? ഐ വിൽ ബി റൈറ്റ് ബാക്ക്. ഐ വിൽ ബി റൈറ്റ് ബാക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പം തന്നെ മടങ്ങിയെത്തും എന്നുള്ള അർത്ഥമാണ്. സോ യു ട്രൈ ടു റീഡ് ദിസ്, ഐ വിൽ ബി റൈറ്റ് ബാക്ക്. ഇനി നീ എനിക്ക് വേണ്ടി ഒരു ടാക്സി വിളിക്കുമോ എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? കുഡ് യു കോൾ എ ടാക്സി ഫോർ മീ? കുഡ് യു കോൾ എ ടാക്സി ഫോർ മീ? കുഡ് യു കോൾ എ ടാക്സി എന്ന് പറഞ്ഞാൽ നിനക്കൊരു ടാക്സി വിളിക്കാൻ കഴിയുമോ എന്നാണ്. എനിക്ക് വേണ്ടി എന്ന് പറയാനാണ് ഫോർ മീ എന്ന് പറഞ്ഞത്. സോ കുഡ് യു കോൾ എ ടാക്സി ഫോർ മീ? സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ആൻഡ് സ്റ്റേ സേഫ്.